നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദിയെ താഴെ വീഴ്ത്താൻ സാക്ഷാൽ സിംഹം തന്നെ ഇറങ്ങണം. സാക്ഷാൽ ഗർജിക്കുന്ന സിംഹമായ DK തന്നെ AICC തലപ്പത്ത് അഴിച്ചുപണി നടക്കുകയാണ്. DKയെ അമരത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ നീക്കങ്ങളാണ്. സോണിയാഗാന്ധിയോടും അതുപോലെ തന്നെ ഗാന്ധി പരിവാരത്തോട് കൃത്യമായ ആഭിമുഖ്യം പുലർത്തുന്ന, അവരെ സമ്മർദ്ദത്തിലാക്കാത്ത, അവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാത്ത ഒരു നേതാവ് തന്നെയാണ് DK. അശോക് ഗെഹ്ലോട്ടിനേക്കാളൊക്കെയോ എത്രയോ യോഗ്യതയുണ്ട് അദ്ദേഹത്തിന്. അശോക് ഗെഹ്ലോട്ട് 3 തവണ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹത്തിൻ്റെ ആർത്തി അടങ്ങിയിട്ടില്ല. കടൽ കിഴവനെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ അധികാര തുടർച്ച നഷ്ടപ്പെടാൻ കാരണം ഗെഹ്ലോട്ടിൻ്റെ ഈ അത്യാർത്തി തന്നെയാണ്. എന്നാൽ കർണാടകയിൽ നിങ്ങൾ നോക്കൂ, DK ഒരു വെല്ലുവിളിക്കും പോകാതെ സിദ്ധരാമയ്യയ്ക്ക് വഴിയൊരുക്കി കൊടുത്തു. കഷ്ടപ്പാടും എല്ലാ രീതിയിലുള്ള മിനുക്കുമണികളും ചെയ്തത് DK തന്നെയായിരുന്നു. DK ഒറ്റയ്ക്ക് പോരാടി 136-ലേറെ സീറ്റുകൾ നേടി BJPയെ നിലംപരിശാക്കി. ഇപ്പോൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരിൽ ഒന്നാമൻ DKയുടേത് തന്നെയാണ്. കർണാടകയിലെ ഗർജിക്കുന്ന സിംഹം ഇനി രാജ്യത്തിൻ്റെ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് എത്തിയാൽ അത് വലിയ മാറ്റങ്ങളിലേക്ക് വരും. നമുക്കറിയാം, കോയമ്പത്തൂരിൽ ഇഷ് യോഗ സെൻ്ററിൽ സദ്ഗുരുവിൻ്റെ മഠത്തിലേക്ക് 2 പ്രമുഖ വ്യക്തികൾ കടന്നു ചെന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ രീതിയിൽ ഇന്ത്യ മുഴുവൻ അറിഞ്ഞതാണ്. കോൺഗ്രസിൻ്റെ നേതാവായ DK ശിവകുമാറും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇരുവരും മുഖത്തോട് മുഖം നോക്കിയെങ്കിലും ഒരു രീതിയിലും ആശയവിനിമയം ഒന്നും തന്നെ നടത്തിയില്ല. കാരണം ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഒത്ത എതിരാളികൾ ആണെന്ന്. അമിത്ഷായ്ക്ക് തെല്ലെങ്കിലും ഭയമുണ്ടെങ്കിൽ, ഓപ്പറേഷൻ താമര അട്ടിമറിക്കാൻ കെൽപ്പുള്ള നേതാവ് കോൺഗ്രസ് പടയാളികളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അത് DK തന്നെയാണ്. DKയ്ക്ക് തന്നെ ആയിരിക്കണം ആ സ്ഥാനം കൊടുക്കേണ്ടത്. കർണാടകയിൽ നിന്നും മറ്റൊരു നേതാവ് എങ്ങനെയാണോ മല്ലികാർജുൻ ഖാർഗെയെ AICCയുടെ ദേശീയ അധ്യക്ഷനാക്കിയത്, അതേ വഴിയിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ DKയെ കൊണ്ടുവരാൻ തന്നെയാണ് നീക്കം. എതിരാളിയായി മത്സരിക്കുന്നത് ആർക്ക് വേണമെങ്കിൽ മത്സരിക്കാം. ശശി തരൂറിനെ പോലെ ആര് വേണമെങ്കിലും മത്സരിച്ച് തോൽക്കട്ടെ. DKയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല. കർണാടകയിൽ ഒരു നിയമസഭയിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച DKയ്ക്ക് പോരാട്ടമൊന്നും ഒരു പുത്തരിയല്ല. സാക്ഷാൽ ദേവഗൗഡയോട് പടവെട്ടി പൊരുതിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വന്ന കനൽ വഴികളറിയാം, താണ്ടിയ നാളുകളറിയാം. അതുകൊണ്ട് തന്നെ ഭയം ലേശം തന്നെ ഇല്ല. തന്നെ പിടിച്ച് ജയിലിലടയ്ക്കുമെന്നോ തൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തല്ലിത്തകർക്കുമെന്നോ ഒക്കെ നിരവധി BJPക്കാർ അവിടെ ഇരുന്നു കൊണ്ട് ഗീർവാണം വിട്ടു. ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല. DK ഇപ്പോഴും ഒരു കൊടുമരം പോലെ ഉയർന്ന് പടർന്ന് വടുവൃക്ഷമായി പന്തലിച്ച് നിൽക്കുന്നു.